അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള, എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന ഒരായത്താണ് സൂറത്തുൽ ബഖറയുടെ ആയത്ത്. അതായത് പരിശുദ്ധമായ ഖുർആനിൻ്റെ മുഴുവൻ ആയത്തുകളുടെയും നേതാവാണെന്നാണ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത്, അതുപോലെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സന്ദർഭത്തിലും ആ ആയത്തിനെ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനത് കാവലാണ്, അവനെ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്നും അവനെ തട്ടിമാറ്റിക്കളയുകയും അവൻ്റെ ഹൃദയത്തിൽ ഇണക്കം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. ബാഹ്യവും ആന്തരികവുമായ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഈ ആയത്ത് കാരണമായി തീരുമെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൊക്കെ ഉപരി പരിശുദ്ധമായി ഞാനും നിങ്ങളുമൊക്കെ 5 നേരം നമസ്കരിക്കുന്നവരാണ്. കൃത്യമായ നമസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ദിക്റുകളും ദുആകളും ഒക്കെ നമ്മൾ പാരായണം ചെയ്യുന്നവരുമാണ്. എന്നാൽ പരിശുദ്ധമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യൻ 5 വക്തത്തെ നമസ്കാരത്തിന് ശേഷം ഈ ആയത്തുൽ കുർസി എന്ന ഈ മഹത്തായ ഈ ആയത്തിനെ പാരായണം ചെയ്യുകയാണെങ്കിൽ കാന ഫീ ദിമ്മത്തില്ലാഹി ഇല സ്വലാത്തിൽ ഉഖ്റ, അടുത്ത നമസ്കാരം വരെയും സൃഷ്ടാവായ റബ്ബിൻ്റെ സംരക്ഷണയിലായിരിക്കും. ഒരു വക്തത്തെ നിസ്കാര ശേഷം ഈ ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത വക്തത്തെ നിസ്കാരം വരെയും അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്ന. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, മൻ വാലബ ആയത്തുൽ കുർസി ബഅദ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസിയെ ഒരു മനുഷ്യൻ പതിവാക്കുകയാണ് എങ്കിൽ ലം യക്കുൻ ബൈനഹു വ ബൈനൽ ജന്നത്തി, അവൻ്റെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന ആ സ്വർഗത്തിൻ്റെയും ഇടയിൽ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഇല്ല യക്കൂന യമൂത്ത്, അവൻ മരണപ്പെടുക എന്ന ഒരു തടസ്സമല്ലാതെ, മരണപ്പെട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അവനെ കയറ്റുകയാണ് കൃത്യമായ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ. പ്രിയമുള്ളവരെ, ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നേരം പുലരുവോളം അതവന് സംരക്ഷണമാണ്. അങ്ങനെ വലിയ പ്രാധാന്യമുള്ള, ശ്രേഷ്ഠതയുള്ള, ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ആയത്തുൽ കുർസി നമ്മളൊക്കെ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നവരാണ്, നമുക്കൊക്കെ ഹൃദ്യസ്ഥമാണ്. പക്ഷേ ഈ ഹദീസിൻ്റെ ആശയത്തിൽ നിന്നും ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ ശ്രേഷ്ഠതകളും, പ്രത്യേകിച്ചും നമസ്കാര ശേഷം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സ്വർഗമാകുന്ന വലിയ പ്രതിഫലം, ഇതിനെ നമ്മൾ വളരെ പാഴാക്കി കളയരുത്, നിസ്സാരമാക്കി കാണരുത്. വളരെ നിഷ്കളങ്കമായ നിലയിൽ ഇഖ്ലാസോടുകൂടി 5 വക്തത്തെ നിസ്കാരത്തിന് ശേഷം കൃത്യമായി ഇതിനെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം. അള്ളാഹു മരണം വരെ അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാരടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇൽമിൽ പങ്കാളികളാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആവസിയ്യത്തുകളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും വിലപ്പെട്ട അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.